ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മന്ത് ഓഫ് പ്രെയറിൻ്റെ 17ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇങ്ങനൊരു ദിവസം നമ്മൾക്ക് ദൈവം നൽകി തന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരോടും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹം വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ സംരക്ഷിച്ചു, പരിപാലിച്ചു. ഈ ഒരു മാസം നമ്മുടെ ജീവിതത്തിൽ, ഈ പ്രാർത്ഥനയുടെ മാസം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം യോനായുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. ഞാനത് വായിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോഫിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്തു യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. നമ്മൾക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ കാണുന്നത്. യഹോവ യോനായെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കുമ്പോൾ താൻ അതിൽ നിന്നൊന്ന് മാറി തൻ്റെ ഇഷ്ടപ്രകാരം തർശീശ് എന്ന സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി തയ്യാറാകുന്നൊരു വേദഭാഗമാണിത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, യോനായെ പ്രത്യേകമായൊരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ്. അതിനാൽ തന്നെ അധികമൊന്നും പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ യോനായെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്, നീ നിനവയിലേക്ക് ചെന്ന് അവിടെയുള്ള ജനത്തോട് ദൈവത്തിൻ്റെ വചനത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചൊക്കെ ഒന്ന് അറിയിക്കുക. കാരണം അവരുടെ അകൃത്യങ്ങൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അവരിതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം എൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ഞാൻ നിന്നെ ഒന്ന് തിരഞ്ഞെടുത്ത് അയക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് യോനായെ ഇവിടെ വിടുന്നത്. പക്ഷേ യോന തൻ്റെ മനസ്സിൽ മറ്റു ചിലതൊക്കെ കരുതിക്കൂട്ടി, അല്ലെങ്കിൽ തൻ്റെ മറ്റു ചിലതൊക്കെ തീരുമാനിച്ച് ദൈവം തനിക്ക് നൽകിയ ദൗത്യത്തെ അല്ലെങ്കിൽ ദൈവം തന്നോട് കൽപ്പിച്ച ആ വചനത്തിൽ നിന്നൊന്ന് മറുതലിച്ചു പോകുന്നൊരു ഭാഗം. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ദൈവം നമ്മളെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറുതലിച്ചു പോകുന്നവരായി തീരരുത്. ഇവിടെ യോനായുടെ പുസ്തകം നമ്മൾ മുഴുവനായിട്ട് വായിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളോട്, പരിശുദ്ധാത്മാവ് നമ്മളോട് അത് തന്നെയാണ് കൽപ്പിച്ചു പറയുന്നത്, അത് തന്നെയാണ് നമ്മളോട് ഒന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് മറുതലിക്കുന്നവരാകരുത്. നമ്മൾ പലപ്പോഴും മറുതലിക്കുന്നത് പോയിട്ട് ദൈവവചനം കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. ദൈവം എന്നോട് എന്തു പറയുന്നുവോ അല്ലെങ്കിൽ ദൈവം എന്നോട് എന്താണ് കൽപ്പിക്കുന്നതെന്ന് പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. പക്ഷെ ഇവിടെ യോന കേട്ട് കഴിഞ്ഞിട്ടാണ് മറുതലിച്ചു പോകുന്നത്. അവിടെ യോന തൻ്റെ യാത്ര പുറപ്പെട്ടു. തുടക്കത്തിലൊക്കെ കുഴപ്പമില്ലായിരുന്നെങ്കിലും വളരെയധികം പ്രതിസന്ധികൾ, വളരെയധികം പ്രശ്നങ്ങൾ തൻ്റെ മുന്നിൽ നേരിട്ടു. ആ സമയത്ത് തനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് ഈ പ്രതിസന്ധികൾ എന്ന് തനിക്ക് മനസ്സിലായി. ഇവിടെ യോന മറുതലിച്ചു പോയപ്പോൾ ദൈവത്തിന് മറ്റൊരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിനറിയാം യോനായെ കൊണ്ട് എനിക്ക് ചിലത് ചെയ്യാനുണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായ തീരുമാനമുണ്ട്. അതിനാൽ തന്നെയാണ് യോനായുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ടിട്ട് വീണ്ടും ദൈവസന്നിധിയിലേക്ക്, ദൈവം പറഞ്ഞ ദൗത്യത്തിലേക്ക് യോനായെ ദൈവം എത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തർക്കും ദൈവം ഒരു ദൗത്യം, പ്രത്യേകമായ ചില കാര്യങ്ങളെ നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചു വെച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നമ്മൾ ഈ മാസം, ഈ മന്ത് ഓഫ് പ്രെയർ ആയിട്ട് കൂടി വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന്, അല്ലെങ്കിൽ ദൈവമേ എന്നെ ഏത് വിധത്തിലാണ് നീ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് മുന്നോട്ട് പോകാൻ ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ. ഇവിടെ യോന അവിടെ ചെന്ന്, നിനിവയിൽ ചെന്ന് ദൈവവചനം പറയുമ്പോൾ വലിയൊരു വിടുതൽ ആ ദേശത്ത് സംഭവിക്കുകയാണ്. യോന ആ ദേശത്ത് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ ആ ഒരു ക്രോധത്തെക്കുറിച്ചും അവരുടെ പാപങ്ങളെക്കുറിച്ചും ആ ജനത്തിന് വ്യക്തമാക്കി നൽകുമ്പോൾ അവരുടെ ഉള്ളത്തിൽ വലിയൊരു വിടുതൽ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു പശ്ചാത്താപം ഉണ്ടാകുകയാണ്. ഇവിടെ യോന അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ദേശത്തിന് നേർക്ക് വലിയൊരു ദൈവിക ക്രോധം വെളിപ്പെടുമായിരുന്നു. ഇവിടെ നമ്മളെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് ഈ സുവാർത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാപബോധ്യത്തെക്കുറിച്ച് അവരെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ പെരുകുകയാണ്, ഞാൻ ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കുഴപ്പമില്ല, ഇനി എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഞാനിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ
യോന അങ്ങനെ ചിന്തിച്ച് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വെറുതെ കടന്നു വരുന്നതാണെന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്നില്ല. കാരണം തനിക്കറിയാം തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം അവിടെ ഉണ്ടെന്ന്. തനിക്കറിയാം തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി അവിടെ ഉണ്ടെന്ന് തനിക്കറിയാം. അതിനാൽ തന്നെ തനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ കടന്നു വരും. നമ്മൾ പലപ്പോഴും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും ചില പ്രാർത്ഥനാ വിഷയങ്ങൾ വീണ്ടും വീണ്ടും മറുപടി ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കുന്നവർ. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം ഒരു ഉത്തരം നൽകുന്നില്ല, എന്നോട് എന്തുകൊണ്ട് ദൈവം സംസാരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇന്നൊന്ന് മനസ്സിലാക്കണം, ഈ മന്ത് ഓഫ് പ്രയറായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ദൈവമേ, അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിക്ക് വേണ്ടി നമ്മൾ തയ്യാറാകാതാകുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിക്കാതാകുമ്പോഴാണ് ദൈവം ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടുന്നത്. എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ശത്രു കൊണ്ടിടുന്നതാണെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. കാരണം ദൈവം നമ്മളെ ഒരു ഡ്യൂട്ടിക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നതുവരെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരും. നമ്മൾ ആ പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി എങ്ങനെയും ഈ പ്രശ്നമൊന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കാതെ, ദൈവമേ എന്നെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് നമ്മളൊന്ന് ദൈവത്തോട് ചോദിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധി മാറിപ്പോകുന്നത് മാത്രമല്ല, ദൈവം നമ്മളോട് വ്യക്തമായിട്ട് ഇടപെടുവാനിടയാകും. നമ്മളോട് ദൈവം ആ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകുവാനല്ല ദൈവം അത് ഏൽപ്പിക്കുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുത്ത് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവത്തിൻ്റെ ഒരു മെസ്സഞ്ചറായിട്ട് മറ്റുള്ളവരിലേക്ക് വചനത്തെ അറിയിക്കുവാൻ, അവരെ ഒന്ന് ആ ജനത്തിൻ്റെ ഉള്ളത്തെ ഒന്ന് ടേൺ ചെയ്യുവാൻ, ദൈവസന്നിധിയിലേക്ക് ദൈവം എന്താണോ അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ കുറവുകൾ, പ്രശ്നങ്ങൾ, ദൈവസന്നിധിയിൽ നിന്ന് അകലാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഒന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ അവരെ ദൈവത്തിലേക്ക് വേണ്ടി നേടുവാൻ കഴിയും. ഇവിടെ യോന ചെയ്യുന്നത് അത് തന്നെയാണ്. യോന തൻ്റെ തെറ്റ് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും താൻ ഓടിപ്പോകുന്നത് തനിക്കറിയാം, അതൊരു തെറ്റാണെന്നറിയാം. പിന്നീട് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധികൾ കാണുമ്പോൾ താൻ വീണ്ടും ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ് ആ ഒരു ദൗത്യം ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ താൻ തന്നെ ഒന്ന് വീണ്ടും ഒന്ന് സമർപ്പിക്കുക. നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്തിട്ട് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നവരാണ്. നമ്മൾ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കുഴപ്പമില്ല, ദൈവം അങ്ങ് ക്ഷമിച്ചോളുമെന്ന് പറഞ്ഞാൽ ഒന്ന് ഏറ്റുപറയാതെ, അല്ലെങ്കിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാതെ വീണ്ടും ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നവർ. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാൻ കൂടെ തയ്യാറാകണം. യോന ചെയ്തതും അത് തന്നെയാണ്. യോന തൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞു. അതിലൂടെ ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവം തൻ്റെ ശബ്ദത്തിലൂടെ ആ ജനത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. നമ്മളൊന്ന് ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കും. ഒരിക്കലും ഇങ്ങോട്ട് കടന്നു വന്നിട്ട് നമ്മൾക്ക് ഒരിക്കലും ഒരു വില എടുക്കുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്ന് കടന്നു ചെല്ലണം, നമ്മൾ ദൈവസന്നിധിയിലേക്കൊന്ന് കടന്നു ചെല്ലണം. യോന ചെയ്തതുപോലെ ഓടിപ്പോകുവാനല്ല, ദൈവസന്നിധിയിലേക്കൊന്ന് കടന്നു ചെല്ലുവാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും പാപത്തിലാണ് ജനിച്ചത്. പാപം നമ്മുടെ ജീവിതത്തിൽ നിത്യേന ഉണ്ടാകുന്നു. നമ്മൾ അറിഞ്ഞും അറിയാതെയും അനേക തെറ്റുകൾ ചെയ്തു കൂട്ടുന്നവർ. പക്ഷേ നമ്മൾ ആ തെറ്റൊന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകണം. പലപ്പോഴും പണ്ട് കാലങ്ങളിൽ നേരത്തെയൊക്കെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ ദൈവം എന്നെ ചിലതൊക്കെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞവർ പലപ്പോഴും പിന്നീട് ദൈവശബ്ദം കേൾക്കാതെയായി, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒന്നും ഒരു ഇൻ്റർവെൻഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു ബന്ധമില്ലാതെ മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതിന് കാരണം അവരുടെ ജീവിതത്തിൽ പെരുകി വന്ന തെറ്റുകളോ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവരൊന്ന് മാറിപ്പോയതോ ആകാം. ഇന്നൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സംസാരിച്ചിട്ട് ഇന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒരു ദൈവത്തിൽ നിന്ന് അകലുന്നതിന് എവിടെയോ ഒരു കാരണം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങനെ ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിടുവിക്കണമെന്ന്, ഞാനത് ഏറ്റുപറയുന്നുവെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ പറയാം. ഈ മന്ത് ഓഫ് പ്രയറായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, ദൈവവുമായിട്ടൊന്ന് കൂടുതലൊന്ന് ക്ലോസ് ആകുവാൻ, ആ ഒരു ദൗത്യം ഒന്ന് പ്രാപിച്ചെടുക്കുവാൻ. യോനായ്ക്കുണ്ടായതുപോലെ ഒരു ദേശത്തേക്ക് കടന്നു ചെന്ന് ദൈവവചനം അറിയിക്കേണ്ടതാണോ, അങ്ങനെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലോ
വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അങ്ങനെ ഒരു ദൈവികമായൊരു ദൗത്യം നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാപിച്ചെടുക്കാം. ദൈവം നമ്മളെ ഒന്ന് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുവാൻ, നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ വേണ്ടി സദാസമയം സന്നദ്ധനാണ്. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഞാനുമായിട്ടൊന്ന് ഇടപെടണമേ, ദൈവമേ ഞാൻ എൻ്റെ തെറ്റുകളൊന്ന് ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞ ഈ മന്ത് ഓഫ് പ്രേയറിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവം തൻ്റെ ആ വിളിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിവരുത്തട്ടെ. ഈ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ മന്ത് ഓഫ് പ്രേയർ തീരുന്നതിന് മുമ്പ് ദൈവത്തിൽ നിന്ന് വലിയൊരു ദൗത്യം പ്രാപിച്ചെടുക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.